ഇനിയിപ്പോൾ നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ്. 8:30 മണിയോടുകൂടി ആദ്യ സൂചന എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് അട്ടിമറി വിജയം ഉണ്ടാകുമോ? ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ടോ? വയനാട്ടിൽ എത്ര ഭൂരിപക്ഷം ഇല്ലേ സഹിത്? അതെ, കേരളം ഇത്ര ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ സമീപകാല ചരിത്രത്തിലില്ല. കാരണം സങ്കീർണ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ കടന്നുപോകുന്ന കേരളത്തിൽ അങ്ങേയറ്റത്തെ വലിയ വിധിയെഴുത്തിയായി മാറുകയാണ് നമ്മുടെ ഈ പാലക്കാട്. ഒരു തവണ കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് പാലക്കാട് അവസാന നിമിഷം വരെ സസ്പെൻസ് ത്രില്ലർ എന്ന രീതിയിലേക്ക് വന്നത്. കാരണം BJP ആദ്യ റൗണ്ടുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഏതാണ്ട് അവസാന റൗണ്ടിന് തൊട്ടു മുമ്പുള്ള റൗണ്ടിൽ വന്നപ്പോഴാണ് പാലക്കാട് UDF അട്ടിമറി വിജയത്തിലേക്ക് വരുന്നത് അല്ലേ. അതുവരെ മുന്നിട്ട് നിന്നത് ഈ ശ്രീധരനായിരുന്നു. ഇത്തവണ അതേ ട്രെൻഡ് പാലക്കാട് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും ബൂത്തുകൾ തന്നെയാണ് ഉള്ളത്. 14 റൗണ്ടുകൾ വോട്ടെണ്ണൽ ഉണ്ടാവും. അപ്പോൾ തുടക്ക സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ ലീഡ് ചെയ്യുവാൻ BJPക്ക് കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിനകത്ത് രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഈ നഗരസഭയിലെ വോട്ടുകൾ എണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്കാണ് ലീഡ് വരുന്നത്. പക്ഷെ ആദ്യ 2 ബൂത്തുകളിൽ അല്ലെ കഴിഞ്ഞ തവണയും ലീഡ് നേടിയത് BJP അല്ല അല്ലെ, UDF അല്ല, അത് UDF ആണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. പക്ഷെ ആദ്യ റൗണ്ടുകൾ ഉൾപ്പെടുന്ന ഈ 14 ബൂത്തുകൾ എണ്ണി വരുമ്പോഴേക്കും BJPക്ക് അവിടെ ലീഡ് കിട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തവണ കണ്ടത്. ആദ്യത്തവണയും ആവർത്തിച്ചാൽ കഴിഞ്ഞ തവണത്തെ അതേ സസ്പെൻസ് പിന്നീട് അങ്ങോട്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നുള്ള പ്രത്യേകതയുണ്ട്. അതെ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ ആദ്യ ബൂത്തുകളുടെ ഫലം ആദ്യമായിട്ട് എത്തിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ റൗണ്ട് ഒന്നിച്ചായിരിക്കും ഫലം വരാൻ സാധ്യത. റൗണ്ട് ഒന്നിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 14 ബൂത്തുകൾ ഒന്നിച്ചുള്ള ആ ഒരു ഫലമായിരിക്കും ആദ്യ റൗണ്ടിൽ വരിക. എന്തായാലും 14 റൗണ്ടുകളാണ് പാലക്കാട് വോട്ടെണ്ണലിൽ ഉള്ളത്. 14 റൗണ്ടുകളിലുമായിട്ട് 180 ബൂത്തുകൾ, 4 ഓക്സിലറി ബൂത്തുകൾ കൂടിയാണ്. അങ്ങനെ 184 ബൂത്തുകളാണ്. അതിൽ തന്നെ 104 ബൂത്തുകൾ പാലക്കാട് നഗരസഭയിലാണ്. അതായത് ഏകദേശം 77,000 വോട്ടുകൾ പോൾ ചെയ്ത പാലക്കാട് നഗരസഭ ഇത്തവണയും അതിനിർണായകമായി മാറുകയാണ്. നഗരസഭ എങ്ങനെ വിധി എഴുതുന്നു എന്നതാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ. മഞ്ജുഷ, എനിക്ക് തോന്നുന്നു നഗരസഭയിലെ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂചനകൾ വരും. പക്ഷേ ആ സൂചനകൾ അത്ര വ്യക്തമല്ലെങ്കിൽ നമുക്ക് അവസാനം കണ്ണാടി എണ്ണി തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. നഗരസഭയിൽ പറയുമ്പോഴേക്കും കഴിഞ്ഞ തവണ 34,000 വോട്ടുകൾ അവിടെ പിടിക്കുവാനായിട്ട് BJPക്ക് കഴിഞ്ഞിരുന്നു. 27,000 വോട്ടുകൾ മാത്രമായിരുന്നു UDFന് കിട്ടിയത്. 16,000-ഓളം വോട്ടുകൾ LDFന് കിട്ടി. ഇത്തവണ അതേ ട്രെൻഡ് ആണോ, അതോ അതിനേക്കാൾ നില മെച്ചപ്പെടുത്താൻ BJPക്ക് കഴിയുമോ? UDF പുറകെ പോകുമോ? LDF UDFനൊപ്പം പാലക്കാട് നഗരസഭ പിടിക്കുമോ എന്നുള്ളതാണ് സരിന്റെ അവകാശവാദം. അതാണ് അല്ലെ. അതെ, സരിൻ അവകാശപ്പെടുന്നത് പോലെ ഈ നഗരസഭയിൽ BJPയുടെ ഭൂരിപക്ഷം കുറയുന്നു. അവിടെ ഇടതുമുന്നണിയുടെ ഒരു കടന്നുകയറ്റമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. പക്ഷെ അത് സംഭവിക്കുമല്ലോ എന്ന് അറിയില്ല. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണ കുറെ വോട്ടുകൾ ഈ ശ്രീധരന് പോയിട്ടുണ്ട്. ആ വോട്ടുകൾ തിരികെ UDFിലേക്കല്ല പോകുന്നത്, അത് LDFിലേക്ക് വരുമെന്നാണ്. എന്തായാലും പാലക്കാട് നഗരസഭയാണ് വിധി നിർണ്ണയിക്കുക. കാരണം അത് കഴിഞ്ഞ് 3 പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ BJPയുടെ സ്ട്രോങ് ഹോൾഡ് അല്ല അവിടെ. പക്ഷേ വോട്ടുകൾ UDFിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ LDFിനുമായിട്ട് വീതിച്ചു പോവുകയാണെങ്കിൽ ഈ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ കിട്ടിയ പോലെ മേൽക്കൈ തവണ കിട്ടുകയാണെങ്കിൽ മാത്രം BJPക്ക് ആ ഒരു ഭൂരിപക്ഷം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിട്ട് ഈ വിജയത്തിലേക്ക് അടുക്കുവാൻ പറ്റും. പക്ഷെ ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരമാണ്. അത് അവിടെ ഹീറോയാണോ വില്ലനാണോ എന്നുള്ള കാര്യത്തിൽ ഉണ്ടാവുക. ഭരണവിരുദ്ധ വികാരത്തിൽ മാത്രമാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ പ്രതീക്ഷ. ഈ ചേലക്കരയിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്ത് എത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ സൂചനകൾ പ്രകടമാവും. കാരണം അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ആദ്യ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ സ്വാഭാവികമായും ഭൂരിപക്ഷം കുറഞ്ഞാൽ അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ട്രെൻഡ് ചേലക്കരയിൽ പ്രകടമാണ്. അതായത് ആദ്യ റൗണ്ടുകളിൽ 10,000-ഓളം വോട്ടുകളുടെ ലീഡിലേക്ക് പോകണം അല്ലെ, UR പ്രദീപ് LDF സ്ഥാനാർത്ഥി പോകണം. അതല്ല എങ്കിൽ ബാക്കി പിന്നെ വരുന്നത് കുറച്ച് UDFനും കൂടെ സ്ട്രോങ് ഹോൾഡാണ്. ചേലക്കര എന്ന പഞ്ചായത്ത് അങ്ങോട്ട് വോട്ടെണ്ണി വരുമ്പോഴേക്കും അത് UDFിന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. പക്ഷെ ആദ്യം വോട്ടെണ്ണുന്നത് ചേലക്കരയിൽ വരവൂരാണ്. അപ്പോൾ അത് LDFന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ലീഡ് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ, പക്ഷെ അത്രയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം രാധാകൃഷ്ണനാണ് കഴിഞ്ഞ 2021 മത്സരിച്ച്, മാത്രമല്ല അന്ന് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്. പക്ഷേ 2016 പ്രദീപ് മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം കുറവായിരുന്നു അല്ലെ. ആ സമയത്തൊക്കെ ചേലക്കര UDFിന് ലീഡ് കൊടുത്തതാണ്. ആ ഒരു ട്രെൻഡിലേക്ക് പോയാൽ അവിടെ ഒരു 2,000 വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. അവിടെ ഘടകം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് ചേലക്കരയിലായിരിക്കും പ്രതിഫലിക്കുക. പാലക്കാട് അത് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുകയില്ല. കാരണം BJPയും അവിടെ ഒരു പ്രധാനപ്പെട്ട എതിരാളിയാണ്. അതിനാൽ തന്നെ BJPക്കാണോ UDFിനാണോ ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം കിട്ടുക എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എല്ലായിടത്തുമുണ്ട്. ബൂത്തുകൾ നോക്കുകയാണെങ്കിൽ പാലക്കാടല്ലേ കൂടുതൽ ബൂത്തുകൾ, 184 ബൂത്തുകൾ, 177 ചേലക്കരയിൽ വരുന്നു. അങ്ങനെ 14-13 റൗണ്ടുകളിൽ, ഒരിടത്ത് 14 റൗണ്ട്, പിന്നെ 13 റൗണ്ട്. ഒരു മണ്ഡലത്തിന്റെ കാര്യം മറന്നു, വയനാട്.
വയനാട് നമുക്ക് സസ്പെൻസുകൾ മറ്റൊന്നുമില്ല, പക്ഷേ ഭൂരിപക്ഷം എത്ര എന്ന കാര്യത്തിൽ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് വയനാട് സ്വാഭാവികമായും ഈ രണ്ട് മണ്ഡലങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു വിജയം ഉറപ്പിച്ച UDF വിജയം ഉറപ്പിച്ച മണ്ഡലം, പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ 3 ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ അത് UDFന് ഒരു തിരിച്ചടി തന്നെയാണ് അല്ലേ? കാരണം വയനാട് പോലെയുള്ള മണ്ഡലം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം അവിടെയുണ്ട്, അത് കഴിഞ്ഞ തവണ കുറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു UDFന്റെ മിഷനറി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 7% ഈ പോളിംഗ് കുറഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ റെഡിയാണ്. ഡാനിയുണ്ട്, ജി ശ്രീജിത്തുണ്ട്, CV അനുമോദുണ്ട്. ആദ്യം ഏറ്റവും അധികം സസ്പെൻസ് പ്രതീക്ഷിക്കുന്ന പാലക്കാട്ടേക്ക് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്ന് ചേരുന്നത് ജി ശ്രീജിത്താണ്. ശ്രീജിത്ത്, ആദ്യ റൗണ്ടുകൾ അതിനിർണായകമാണല്ലോ പാലക്കാട്. അവിടെ ലീഡ് നേടാൻ BJPക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ 2021 ആവർത്തിക്കുവാനുള്ള സാധ്യതയും കാണുന്നില്ല. എന്താണ് ഒരു ട്രെൻഡ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ? ഓരോ സ്ഥാനാർത്ഥികളും എന്തു പറയുന്നു? അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? മഞ്ജുഷ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തി ക്ഷേത്രത്തിന് മുന്നിലാണ്. അതായത് നേരത്തെ വിക്ടോറിയ കോളേജിന്റെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളത് അല്പസമയത്തുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തും. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെത്തും. അങ്ങനെ ക്ഷേത്ര ദർശനത്തോടെയാണ് രാഹുലിന്റെ ഇന്നത്തെ തുടക്കം. രാവിലെ പല്ലശനയിൽ പോയി C കൃഷ്ണകുമാറും ക്ഷേത്ര ദർശനം തുടങ്ങി. സരിന്റെയും ക്ഷേത്ര ദർശനത്തോടെയാണ് പരിപാടികൾ. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യ ട്രെൻഡ് ആദ്യ ഘട്ടത്തിൽ തന്നെ അറിയാൻ കഴിയും, ആദ്യ റൗണ്ടിൽ തന്നെ. കാരണം സാധാരണഗതിയിൽ ലഭിക്കുന്നതിനപ്പുറത്തേക്ക് ഈ നഗരത്തിൽ കൂടുതൽ വോട്ടുകൾ BJP പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ. അതായത് 9,000 മുതൽ 10,000 വരെ എന്ന ലീഡ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നേതാക്കളൊക്കെ തന്നെയും നിൽപ്പുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെയും നിൽപ്പുണ്ട്. നമുക്ക് അവരെ കൂടി കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവരോട് സംസാരിക്കാം. നിങ്ങൾ MLA ആവോ നിങ്ങളുടെ പ്രസിഡന്റ്? തീർച്ചയായും പാലക്കാടിന്റെ നിയുക്ത MLAക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അദ്ദേഹത്തിന്റെ ഈ വോട്ടെണ്ണൽ ദിനം രാവിലെ ആരംഭിക്കുന്നത് കൽപ്പാത്തി ശിവക്ഷേത്രത്തിലാണ്. നിങ്ങൾ ഈ എല്ലാവരും കണ്ണൂരൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്? തീർച്ചയായും ഞങ്ങൾ വിവിധ ജില്ലകളിലേക്ക്, കാരണം വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണ പ്രകാരം മണ്ഡലത്തിൽ നിൽക്കാൻ പാടില്ല പുറത്തുനിന്നുള്ളവർ. ആഘോഷിക്കാൻ തീർച്ചയായും ഒന്ന് പോയി ഈ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. UDFന്റെ പ്രവർത്തകർ വലിയ ആഹ്ലാദം. കാരണം ഈ പാലക്കാട് ജില്ലയിൽ കേരളത്തിൽ BJPക്ക് ഒരു പ്രതീക്ഷ അല്പമെങ്കിലും ഉള്ളത് പാലക്കാടാണ്. ആ പ്രതീക്ഷ വെക്കണ്ട എന്ന പൂർണ്ണമായ മെസ്സേജ് അടുത്ത എല്ലാ തെരഞ്ഞെടുപ്പുകളിലേക്കും, ഇനി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരികയാണ്, അത് കഴിഞ്ഞ് നിയമസഭാ ഇവിടെ തീർത്തു വിടുക മാത്രമല്ല വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനകത്തേക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കാനുള്ള ഒരു ആവേശം കൂടി തീർച്ചയായും ഇതിന്റെ റിസൾട്ടിന്റെ അതിന്റെ ഒരു ആഹ്ലാദം മുഴുവനായിട്ട് ഉണ്ടാവും. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ രാഹുലിനെ കാത്ത് കൽപ്പാത്തി ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും വൈകാതെ രാഹുൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട്, യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ റിയാസ് മുക്കോളി അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം പാടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയഗാനം 7 മണിക്ക് പുറത്തിറക്കുമെന്നാണ് റിയാസ് മുക്കോളി. ഇപ്പോൾ അദ്ദേഹം വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ ഗാനവും അയച്ചിട്ടുണ്ട്. അതായത് 7 മണിക്ക് വിജയഗാനം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പുറത്തിറക്കുന്നു എന്നാണ് റിയാസ് മുക്കോളി പറയുന്നത്. വലിയ കോൺഫിഡൻസ് ആണ്. ഇതേക്കുറിച്ചാണെന്ന് തോന്നുന്നു ഇന്നലെ സരിൻ പറയുകയുണ്ടായി, ആ തയ്യാറാക്കി വെച്ച പാട്ടൊക്കെ പാടാൻ വരട്ടെ എന്ന്. തീർച്ചയായും വലിയ കോൺഫിഡൻസ് ഉണ്ട്. UDF ക്യാമ്പിൽ അങ്ങനെ പല ഗാനങ്ങളും സജ്ജമായി കഴിഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ക്യാമ്പിനുള്ളിൽ വലിയ ആത്മവിശ്വാസം എന്നുള്ളത് BJPയെ സംബന്ധിച്ച് തന്നെയാണ്. ഇവിടെ ഓരോ ബൂത്തുകളിലും എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ പിന്നോട്ട് പോകും, എവിടെ എങ്ങനെയായിരിക്കും, എത്ര വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് C കൃഷ്ണകുമാറും പ്രകടിപ്പിക്കുന്നുണ്ട്. CPMന് അപ്പുറത്തേക്കുള്ള ഒരു കണക്കുമായാണ് സരിൻ കാത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിജയം ഉറപ്പിച്ചുകൊണ്ട് BJP നിൽക്കുമ്പോൾ വലിയ മുന്നേറ്റം, ഒരുപക്ഷെ അട്ടിമറി വിജയം, അത് സരിനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഓരോ മുന്നണികളെ സംബന്ധിച്ചും ഈ ആദ്യ റൗണ്ട് ഇപ്പോൾ രാവിലെ തന്നെ വിക്ടോറിയ കോളേജിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അടക്കം നിരീക്ഷിക്കാൻ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MPയും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. കാരണം ഷാഫിക്ക് ഓരോ ബൂത്തിലും എങ്ങനെയാണ് വോട്ടിംഗ് പോകുന്നത് എന്ന് കണ്ട് തിരിച്ചറിയാൻ തന്നെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഏതാണ്ട് ഒലവക്കോട് ഭാഗത്തെ വോട്ടുകളാണ് ആദ്യ ബൂത്തിലേത് എണ്ണുന്നത്. തുടർന്നാണ് കൽപ്പാത്തിയിലേക്ക് എത്തുന്നത്. അങ്ങനെ നേരത്തെ സജിത്തൊക്കെ പറഞ്ഞ പോലെ ആദ്യ റൗണ്ടിൽ തന്നെ ഒരു എത്ര ഭൂരിപക്ഷം BJPക്ക് എത്തി, അല്ലെങ്കിൽ BJP അവിടെ കഷ്ടിച്ചാണോ രക്ഷപ്പെടുന്നത് എന്നൊക്കെ അനുസരിച്ചിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ. ഒരു കാര്യം കൂടിയുള്ളത്,
ഈ ഏതാണ്ട് ആദ്യ ഈ നഗരസഭ എണ്ണിക്കഴിഞ്ഞാലും അപ്പുറത്ത് കണ്ണാടിയിൽ നിന്നോ അല്ലെങ്കിൽ മാത്തൂരിൽ നിന്നോ ഒക്കെ കഴിഞ്ഞ തവണ താഴേക്ക് പോയി അത്രയും താഴേക്ക് പോകില്ല, കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താനും BJP ശ്രമിച്ചിട്ടുണ്ട്. അതും അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസം. ആദ്യ റൗണ്ടുകളിൽ ആദ്യ ബൂത്തുകൾ എണ്ണി ഈ ഉള്ളിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കിട്ടും. ആ സമയത്ത് തന്നെ അവർക്കൊരു കൃത്യമായ വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്താനും കഴിയും. ശരിയാണ്.